ശ്രീ എം ജയചന്ദ്രൻ, ഇത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്? കാരണം അതിൽ എത്രയോ വാസ്തവമുണ്ട്. കാരണം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സന്നിധാനത്തെ അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച്, അവിടുത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. കാരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ പരിഭാവനമായി കരുതുന്ന ഒരു സ്ഥലമാണ് സോപാനത്തിനടുത്തുള്ളതൊക്കെയും, ആ സോപാനം, ആ ഭാഗങ്ങളൊക്കെയും. അവിടെയാണ് ചെരുപ്പിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിരിക്കുന്നത്. യൂണിഫോമിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയത് അറിയാഞ്ഞിട്ടല്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ തിരിച്ചിറക്കിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരെ അവഹേളിക്കുന്നത് തുല്യമല്ലേ? ആചാര ലംഘനം തന്നെയല്ലേ? എങ്ങനെ കാണുന്നു ഇടതുപക്ഷം ഇതിനെ? അല്ല, അതില് ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നെ ഭക്തരെ പ്രതിനിധീകരിക്കുന്ന ആര് പറഞ്ഞാലും അത് തെളിവ് സഹിതമാണ് ഇപ്പൊ ഇവിടെ ജനം ടി വിയും അത് കാണിച്ചിരിക്കുന്നത്. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ആചാര ലംഘനം അത് ആചാര ലംഘനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അത് പിന്നെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, നടന്നുകൂടാത്തതാണ്. ഇത് ആചാര ലംഘനത്തിന് വേണ്ടി ബോധപൂർവം ചെയ്തതാണ് എന്നൊക്കെയുള്ള അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആചാര സംരക്ഷണത്തിന്റെ പ്രാധാന്യം മാത്രമല്ല, ഈ അവിടെ ചുമതലപ്പെടുത്തപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചും ഗൈഡ് ലൈൻസ് തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് നൽകാറുണ്ട്. ഇത്തവണ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് പിന്നെ എത്രയോ നൂറുകണക്കിന് പോലീസുകാരുടെ ചുമതലയുള്ള ഡ്യൂട്ടിയുള്ള സ്ഥലമാണ് ശബരിമല. അറിയാതെ ആണെങ്കിലും ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഒരാളാണെങ്കിൽ പോലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. അത് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ്. അത് ബോധപൂർവം ചെയ്തതാണ് അല്ല എന്നുള്ള തർക്കം വേറെ ഇരിക്കട്ടെ. ഞാൻ ബോധപൂർവം ചെയ്തതല്ല, പറ്റിപ്പോയതാണ് എന്നൊക്കെയുള്ള വാദങ്ങളാണ് വരുന്നതെങ്കിൽ നോക്കാം. പക്ഷേ അത് പിന്നെ അനുവദിക്കാവുന്നതല്ല, ക്ഷമിക്കാവുന്നതുമല്ല. അത്തരം ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ശബരിമലയിൽ ഇപ്പൊ 18-ാം പടിക്ക് മേലെയാണ് കേട്ടോ. ഇത് ശ്രീകോവിലിനോട് ചേർന്നാണല്ലോ സംഭവം. താഴെ ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇടങ്ങളുമല്ല. ചില സന്ദർഭങ്ങൾ അവിടെയും വരാറുണ്ട്. ചില ഹോമങ്ങളും ഒക്കെ നടക്കുമ്പോഴേക്കും അവിടെയും ആചാര സംരക്ഷണം ബാധകമാക്കാറുമുണ്ട്. പക്ഷെ ഒരിക്കലും സന്നിധാനത്ത് അത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ നടന്നുകൂടാത്തതാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനം ടി വിയിൽ കാണിച്ചിരിക്കുന്നത്, ആ വിഷ്വൽ കാണിച്ചിരിക്കുന്നത് പിന്നെ പാദരക്ഷ ധരിച്ചു തന്നെയാണല്ലോ ഈ പോലീസുകാരൻ അവിടെ വരുന്നത്. അത് തെറ്റ് തന്നെയാണ്. അതൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അത് സംബന്ധിച്ച് എന്താണോ സർക്കാരിന് മാത്രമല്ല, ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അവർക്ക് നടപടി ഉണ്ടാവണം, സർക്കാർ നടപടി ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവുകയും വേണം. അക്കാര്യത്തിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധം തികച്ചും സ്വാഗതാർഹമാണ്. ഞാനും അതിനോട് അല്പം പോലും വിയോജിക്കാതെ നിങ്ങൾ ഉന്നയിച്ച നിലപാടിനോടും ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ നിലപാടിനോടും യോജിക്കുന്ന ആളാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ആചാര ലംഘനം, ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് ആ ഒരു ഭാഗം വരുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുപാട് കാര്യങ്ങൾ ശബരിമലയിൽ നിരന്തരവും പിന്നെ അനുസ്യൂതവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു സംഗതിയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ജയേന്ദ്ര മാസ്റ്ററെ പോലുള്ളവർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അനിൽ വെളയനെ പോലുള്ളവർ അതൊന്നും നോക്കാത്തത് എന്ന് ഞാൻ തന്നെ പലപ്പോഴും പിന്നെ ഈ ആശ്ചര്യപ്പെടാറുണ്ട്. ഈ നമ്മുടെ പ്രധാനപ്പെട്ട ചില കീ ഫാക്ടേഴ്സിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ, തന്ത്രിമാരുടെ കാര്യം എടുക്കൂ. തന്ത്രിമാർക്ക് പിന്നെ ആകെ നമ്മുടെ ഈ ചട്ടപരിവല എന്ന് പറയുന്നതാണല്ലോ ശബരിമലയിലെ അടിസ്ഥാന പ്രമാണമായിട്ട് കാണുന്നത്. 1951 22 തയ്യാറാക്കി പിന്നീട് രാജാധികാരം മാറി ജനകീയ അധികാരത്തിലേക്ക് വരുമ്പോൾ 1951 പഴയ ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ദേവസ്വം ബോർഡാകുന്നു. അപ്പൊ വീണ്ടും ചട്ടവിവരം പുനഃസ്ഥാപിക്കപ്പെടുന്നു. അതിലൊക്കെ പറയുന്ന തന്ത്രാധികാരം എന്താണ്? ഒരു വർഷം, അതാണ് ഒരു വർഷം വെറും 7 ദിവസം മതി തന്ത്രി അവിടെ. പിന്നെ ധനുമാസത്തിലെ അവസാനത്തെ 2 ദിവസവും മകരമാസത്തിലെ ആദ്യത്തെ 5 ദിവസവും. അതാണ്. എന്തുകൊണ്ടാണത്? അതിനും പിന്നെ വ്യക്തമായ കാരണം ചട്ടവിവരയിൽ പറയുന്നുണ്ട്. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ രാജകുമാരൻ, ആ പന്തള രാജകുമാരനായി തന്നെ കാണപ്പെടുന്ന അത്യപൂർവ അവസരമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്ത്രിയുടെ ചുമതല അവിടെ വേണം എന്ന് ചട്ടവിവരയിൽ നിഷ്കർഷിക്കുന്നത്. ഒന്ന്. പിന്നെ ആരാണ് തന്ത്രി? ഇപ്പോ ഓരോ വർഷവും മാറി മാറി ആൾക്കാർക്ക് ഊഴം കൊടുക്കുകയാണല്ലോ. അങ്ങനെയല്ല. അതിൽ പറയുന്നത് തന്ത്രി കുടുംബം, അത് താഴമൺ കുടുംബമാണല്ലോ, അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾ ആരാണോ, കാരണവസ്ഥാനമുള്ള ആരാണോ, ആ ആളാണ് തന്ത്രസ്ഥാനം വഹിക്കേണ്ടത്. അത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്.
പിന്നെ എത്ര കാലമായി അത് പാലിക്കപ്പെടാതായിട്ട്, എത്രയോ കാലമായി. അത് ആചാര ലംഘനമല്ലേ? യെസ് യെസ്, അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയം തന്നെ ചർച്ച ചെയ്യാം.